Welcome to Chemical Bonding and Molecular Structure. Section 2 Covalent Bond. ഈ ടോപ്പിക്കിലെ 7ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് VSEPR തിയറിയാണ്. മോളിക്യൂൾസിൻ്റെ ഷേപ്പ്, അതായത് ജോമെട്രി പ്രെഡിക്റ്റ് ചെയ്യാനാണ് VSEPR തിയറി ഉപയോഗിക്കുന്നത്. ഏതാനും മോളിക്യൂൾസിൻ്റെ ഷേപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടു. ബാക്കി നമുക്ക് നോക്കാം. ഷേപ്പ് ഓഫ് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് മോളിക്യൂൾ. ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് മോളിക്യൂൾ. ഫോസ്ഫറസ് പിന്നെ 5 ക്ലോറിൻ PCl5. നമുക്ക് നോക്കാം. ഫോസ്ഫറസ് 15ാം ഗ്രൂപ്പിലാണ്, 15th ഗ്രൂപ്പ്. നൈട്രജൻ ഫാമിലിയിലാണ്. നൈട്രജൻ കഴിഞ്ഞാൽ താഴെ ഫോസ്ഫറസ് ആണ്. 15ാം ഗ്രൂപ്പിലായതുകൊണ്ട് ഫോസ്ഫറസിൻ്റെ ബാലൻസി ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. ഈ 5 ഇലക്ട്രോണുകൾ ആരുമായി പങ്കുവെക്കുന്നു, ഷെയർ ചെയ്യുന്നു? 5 ക്ലോറിൻ ആറ്റങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അത് നോക്കൂ, 1, 2, 3, 4, 5. 5 ക്ലോറിൻ ആറ്റങ്ങളുമായി 5 ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ സെൻട്രൽ ആറ്റമായ ഫോസ്ഫറസിന്റെ ചുറ്റും 5 ഇലക്ട്രോൺ പെയറുണ്ട്. 5 ബോണ്ട് പെയറാണ്. നോക്കിയറിയാം, 1, 2, 3, 4, 5. ക്ലോറിൻ്റെ മേലെയുള്ള ഇലക്ട്രോണുകളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. സെൻട്രൽ ആറ്റമായ ഫോസ്ഫറസിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയറുകളെ മാത്രം നോക്കിയാൽ മതി. ഇനി ഈ 5 ഇലക്ട്രോൺ പെയറുകൾ റിപ്പൽഷൻ ഒഴിവാക്കാൻ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. അതായിരിക്കും അതിൻ്റെ ജോമെട്രി. നോക്കൂ, 3 ക്ലോറിൻ ആറ്റങ്ങൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്കായിട്ടാണ്. അപ്പോൾ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും വരിക. 120 ഡിഗ്രി. 3 ക്ലോറിൻ ആറ്റംസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. അല്ലേ, ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അല്ലേ, ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്കായിട്ടാണ് 3 ക്ലോറിൻ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? 120 ഡിഗ്രി. ബാക്കി 2 ക്ലോറിൻ എങ്ങനെയാണ്? പെർപെൻഡിക്കുലറാണ്. ഈ 3 ക്ലോറിൻ ആറ്റവും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. ഇങ്ങനെ പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ഈ ബോണ്ടുകളെ ആക്സിയൽ ബോണ്ട് എന്നാണ് വിളിക്കുക. ആക്സിയൽ ബോണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്ക് നിൽക്കുന്ന ബോണ്ടുകളെ ഇക്വേറ്റോറിയൽ ബോണ്ട്സ് എന്നാണ് വിളിക്കുക. ഇക്വേറ്റോറിയൽ. ഒന്ന് ആക്സിയൽ ബോണ്ട്സ്, മറ്റൊന്ന് ഇക്വേറ്റോറിയൽ ബോണ്ട്സ്. ഷേപ്പ് എന്താണ് വരിക? ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ച് ചേർക്കാം. ട്രയാങ്കിളിൻ്റെ കോർണറും അല്ലേ, ഈ അറ്റവും നമുക്കിങ്ങനെ വരച്ച് ചേർക്കാം. താഴെ വേറെ ചിത്രം കാണിക്കാം. മേലെ ഒരു പിരമിഡ് കിട്ടും, അതുപോലെ താഴെയും ഒരു പിരമിഡ് കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ കോർണറും ഈ അറ്റവും യോജിപ്പിച്ച ട്രയാങ്കിളിൻ്റെ 3 കോർണറും ഈ അറ്റവും യോജിപ്പിക്കുക, അതുപോലെ മേലെയുള്ള അറ്റവും യോജിപ്പിക്കുക സ്കെയിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മേലെയും താഴെയും ഒരു പിരമിഡ് കിട്ടും. So the shape of the molecule is trigonal bipyramid. Trigonal bipyramid എന്നാണ് വിളിക്കുക. കണ്ടോ? ഇതേ കാര്യം ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ കണ്ടു, ബോണ്ട് ആംഗിൾ അല്ലേ, 3 ക്ലോറിൻ ആറ്റങ്ങൾ 120 ഡിഗ്രിയിലാണ്. ബാക്കി 2 കുത്തനെയാണ്, അത് 90 ഡിഗ്രിയിലാണ്. ഈ കുത്തനെ നിൽക്കുന്ന ബോണ്ടിനെ ആക്സിയൽ ബോണ്ട് എന്നും ഈ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്കുള്ള ബോണ്ടുകളെ ഇക്വേറ്റോറിയൽ ബോണ്ട് എന്നും വിളിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 5 ഇലക്ട്രോൺ പെയർ ഉണ്ട് അല്ലേ. ദർ ആർ 5 ഇലക്ട്രോൺ പെയർസ്. 5 BP, 5 ബോണ്ട് പെയറാണ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. സോ ഷേപ്പ് ഈസ് ട്രയാഗണൽ ബൈപിരമിഡ്. ഓക്കെ. 3 ക്ലോറിൻ ആറ്റംസ് ആർ ഇൻ ദ സെയിം പ്ലെയിൻ അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. ബാക്കി 2 എങ്ങനെയാണ്? ദ റിമൈനിങ് 2 ക്ലോറിൻ ആറ്റംസ് ആർ പെർപെൻഡിക്കുലർ, കുത്തനെയാണ്. ഇനി അടുത്തൊരു പ്രത്യേകത, ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലാണ്.
ഈ ചിത്രത്തിൽ കാണുമ്പോൾ നീളം കുറവാന്ന് തോന്നും, അങ്ങനെയല്ല. ഈ ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലാണ്. കുറച്ചും കൂടെ നീളം കൂട്ടി വരയ്ക്കാം. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നീളം കൂട്ടി വരയ്ക്കാം കേട്ടോ. ഈ ചിത്രത്തിൽ നീളം കുറച്ച് കുറവാണ്. ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലാണ്. കാരണം എന്താണ്? ഡ്യൂ ടു ദ റിപ്പൽഷൻ ഫ്രം ഇക്വേറ്റോറിയൽ ബോണ്ട്സ്. ഇക്വേറ്റോറിയൽ ബോണ്ടിൽ നിന്നുള്ള റിപ്പൽഷൻ കാരണം ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലാണ്. ബോണ്ടിൻ്റെ നീളം കൂടിയാൽ എന്താ സംഭവിക്കുക? ബോണ്ട് പെട്ടെന്ന് പൊട്ടും, ബോണ്ട് വീക്കാവും, അല്ലേ? ബോണ്ട് എനർജി കുറയും. അതുകൊണ്ട് ചൂടാക്കിയാൽ PCl5 2 ക്ലോറിൻ ആറ്റങ്ങളെ പെട്ടെന്ന് പുറത്തേക്ക് വിടും. കാരണം ഈ ആക്സിയൽ ബോണ്ട് പൊട്ടും. അപ്പോൾ 2 ക്ലോറിൻ ആറ്റങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് വിടും. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു ക്ലോറിനേറ്റിംഗ് ഏജൻ്റാണ് PCl5. കാരണം ക്ലോറിനെ പെട്ടെന്ന് പുറത്തേക്ക് വിടും. അപ്പോൾ തെർമലി അൺസ്റ്റേബിൾ ആണ്. PCl5നെ ചൂടാക്കിയാൽ 2 ക്ലോറിൻ ആറ്റങ്ങൾ പുറത്തേക്ക് വരും. സോ PCl5 ഈസ് തെർമലി അൺസ്റ്റേബിൾ. അത് ഈ ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, ഈ പോയിന്റ് നന്നായി ശ്രദ്ധിക്കണം. PCl5 റിയാക്റ്റീവ് ആണ്. അപ്പോൾ PCl5 റിയാക്റ്റീവ് ആവാൻ കാരണം ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലായതുകൊണ്ടാണ്. അതിവിടെ എഴുതിയിട്ടുണ്ട്. ഇൻ PCl5 ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വേറ്റോറിയൽ ബോണ്ട്സ്. കാരണം ഡ്യൂ ടു ദ റിപ്പൽഷൻ ഫ്രം ഇക്വേറ്റോറിയൽ ബോണ്ട്സ്. ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടാൻ കാരണം ഇക്വേറ്റോറിയൽ ബോണ്ടിൽ നിന്നുള്ള റിപ്പൽഷനാണ്. സോ ദേ ആർ ഈസിലി ബ്രോക്കൺ. ആക്സിയൽ ബോണ്ട്സ് ആർ ഈസിലി ബ്രോക്കൺ. പെട്ടെന്ന് പൊട്ടും. ദാറ്റ് ഈസ് വൈ PCl5 മോളിക്യൂൾ ഈസ് തെർമലി അൺസ്റ്റേബിൾ. PCl5 മോളിക്യൂൾ തെർമലി അൺസ്റ്റേബിൾ ആണ്. അതായത് ചൂടാക്കിയാൽ ക്ലോറിൻ ആറ്റങ്ങളെ പെട്ടെന്ന് പുറത്തേക്ക് വിടും. ചൂടാക്കിയാൽ ക്ലോറിൻ ആറ്റങ്ങളെ പെട്ടെന്ന് പുറത്തേക്ക് വിടും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സോ PCl5 ഈസ് എ ഗുഡ് ക്ലോറിനേറ്റിംഗ് ഏജൻറ്റ് ഇൻ ഓർഗാനിക് റിയാക്ഷൻസ്. അല്ലെങ്കിൽ PCl5 റിയാക്റ്റീവ് ആണെന്നും പറയാം. PCl5 ഈസ് റിയാക്റ്റീവ് കാരണം ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു പോയിന്റ് കൂടെ എഴുതാം. PCl5 ഈസ് റിയാക്റ്റീവ്. PCl5 ഈസ് റിയാക്റ്റീവ്. കാരണം ആക്സിയൽ ബോണ്ടിൻ്റെ നീളം കൂടുതലാണ്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ PCl5ൻ്റെ ആകൃതി എന്താണ്? ട്രയഗണൽ ബൈപിരമിഡ്. ഫോസ്ഫറസിൻ്റെ ചുറ്റും 5 ബോണ്ട് പെയറാണുള്ളത്. ഈ 5 ബോണ്ട് പെയർ നിൽക്കുന്ന ആകൃതിയാണ് ട്രയഗണൽ ബൈപിരമിഡ്. ട്രയഗണൽ ബൈപിരമിഡ് എന്നാണ് വിളിക്കുക. പിരമിഡിൻ്റെ ആകൃതി കിട്ടാൻ ട്രയാങ്കിളിൻ്റെ 3 കോർണറും ഈ അറ്റവും യോജിപ്പിക്കുക. മറ്റൊരു കളർ കൊണ്ട് വരച്ചാൽ മതി. ട്രയാങ്കിളിൻ്റെ 3 കോർണറും ഈ അറ്റവും നമ്മൾ യോജിപ്പിക്കണം. അപ്പോൾ പിരമിഡ് സ്ട്രക്ചർ കിട്ടും. മേലെ ഒരു പിരമിഡ്, താഴെ ഒരു പിരമിഡ്. ട്രയഗണൽ ബൈപിരമിഡ് എന്നാണ് പേര്. ട്രയഗണൽ ബൈപിരമിഡ് എന്നാണ് മോളിക്യൂളിൻ്റെ പേര് വരുന്നത്. ശരിയായല്ലോ? ട്രയഗണൽ ബൈപിരമിഡ് നോക്കൂ. ട്രയാങ്കിള്, മേലേക്കൊരു പിരമിഡ്, താഴേക്ക് ഒരു പിരമിഡ്. കളറൊക്കെ കൊടുത്ത് വരച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ PCl5ൻ്റെ ഷേപ്പ് എന്താണ്? ട്രയഗണൽ ബൈപിരമിഡ്. അടുത്ത മോളിക്യൂൾ ചർച്ച ചെയ്യാം. ഷേപ്പ് ഓഫ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. അതിൻ്റെ ഫോർമുല SF6 ആണ്. ഒരു സൾഫറും 6 ഫ്ലൂറിനും. നമുക്ക് നോക്കാം. സൾഫർ 16ാം ഗ്രൂപ്പിലാണ്. 16ാം ഗ്രൂപ്പിലായതുകൊണ്ട് സൾഫറിന് 6 വാലൻസ് ഇലക്ട്രോണാണ് ഉണ്ടാവുന്നത്. ഈ 6 വാലൻസ് ഇലക്ട്രോൺ ആരുമായി ഷെയർ ചെയ്യും? 6 ഫ്ലൂറിൻ ആറ്റങ്ങളുമായി ഷെയർ ചെയ്യും. ഇതാ 6 ബോണ്ട്, 1 2 3 4 5 6. അപ്പം സെൻട്രൽ ആറ്റമായ സൾഫറിന് ചുറ്റും 6 ഇലക്ട്രോൺ പെയറുണ്ട്. 6 ബോണ്ട് പെയറാണ്. അതിവിടെ എഴുതിയിട്ടുണ്ട്. ദർ ആർ 6 ഇലക്ട്രോൺ പെയേഴ്സ്. 6 BP ആണ് ബോണ്ട് പെയർ എറൗണ്ട് ദ സെൻട്രൽ ആറ്റം, അതായത് സൾഫറിൻ്റെ ചുറ്റും. ഷേപ്പ് ഈസ് സ്ക്വയർ ബൈപിരമിഡൽ ഓർ ഒക്ടാഹീഡ്രോ. ഷേപ്പ് എന്താന്ന് പറയാം? സ്ക്വയർ ബൈപിരമിഡൽ. ഷേപ്പ് ഈസ് സ്ക്വയർ ബൈപിരമിഡൽ ഓർ ഒക്ടാഹീഡ്രോ. ഇതാണ് ഷേപ്പ് വരുന്നത്. സ്ക്വയർ ബൈപിരമിഡൽ ഓർ ഒക്ടാഹീഡ്രോ. ബോണ്ട് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ബോണ്ട് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഒരു പ്രത്യേകത, ഇൻ SF6 ആൾ ബോൺസ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. SF6ലെ എല്ലാ ബോണ്ടുകൾക്കും എന്താണ്? ഒരേ നീളമാണ്.
അതൊരു പ്രത്യേകതയാണ്. സൾഫറിന് ചുറ്റും അല്ലേ 6 ഇലക്ട്രോൺ പെയറാണ്. 4 സൾഫർ ഉണ്ടോ ഒരു സ്ക്വയർ ഷേപ്പിൽ നിൽക്കുന്നു. ഒരു സ്ക്വയറിൻ്റെ 4 മൂലക്കാണ്. 1 2 3 4. ബാക്കി 2 സൾഫർ എങ്ങനെയാണ്? ഒന്ന് മേലേക്ക് മറ്റൊന്ന് താഴേക്ക്, പെർപെൻഡിക്കുലറാണ്. അപ്പം 4 സൾഫർ ഒരു സ്ക്വയറിൻ്റെ കോർണറിലേക്കാണ്. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ബാക്കി 2 പെർപെൻഡിക്കുലറാണ്. നോക്കൂ, ഇതിനെ യോജിപ്പിച്ച് നോക്കൂ. ഈ അറ്റങ്ങളും ഈ സ്ക്വയറിൻ്റെ കോർണർ അല്ലേ, ഓരോ കോർണറും യോജിപ്പിച്ച് നോക്കൂ. മേലെ ഒരു പിരമിഡ്, താഴെ ഒരു പിരമിഡ്. അപ്പം സ്ക്വയർ ബൈ പിരമിഡാണ് ഷേപ്പ് വരുന്നത്. സ്ക്വയർ ബൈ പിരമിഡ്. മറ്റൊരു പേരാണ് ഒക്ടാഹീഡ്രോൺ. കാരണം 8 ഫേസ് ഉണ്ടായിരിക്കും. 8 ഫേസ് ഉണ്ട്. ഈ ഷേപ്പാണ് ഒക്ടാഹീഡ്രോൺ എന്ന് പറയുന്നത്. ഒക്ടാഹീഡ്രോൺ. എല്ലാ ബോണ്ടുകൾക്കും ഒരേ നീളമാണ്. എല്ലാ ബോണ്ടുകൾക്കും ഒരേ നീളമാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോമെട്രിക് ഷേപ്പാണ്. നിങ്ങൾ വിചാരിക്കും 90 ഡിഗ്രി ആണെങ്കിൽ സ്റ്റെബിലിറ്റി കുറവല്ലേ എന്ന്. എല്ലാ ബോണ്ടുകളും 90 ഡിഗ്രിയിലാണ്. പിന്നെ ഈ ജോമെട്രിക്കൽ ഷേപ്പിൻ്റെ ആ ഷേപ്പിൻ്റെ പ്രത്യേകത കാരണം എല്ലാ ബോണ്ടുകൾക്കും ഒരേ നീളമാണ്, സിമ്മട്രിക്കാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേക സ്റ്റെബിലിറ്റി ഉണ്ട്. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയാലും പ്രത്യേകമായ സ്റ്റെബിലിറ്റി ഉണ്ട്. അത് ആ ജോമെട്രിയുടെ പ്രത്യേകതയാണ്. ഒക്ടാഹീഡ്രോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഒക്ടാഹീഡ്രോൺ. ഇപ്പം SF6ൻ്റെ ഷേപ്പ് എന്താണ്? ഒക്ടാഹീഡ്രോൺ ആണ്. 4 ഫ്ലൂറിൻ ആറ്റങ്ങൾ ഒരു പ്ലെയിനിലാണ്. ബാക്കി 2 പെർപെൻഡിക്കുലർ, അതായത് ഒന്ന് മേലെ മറ്റൊന്ന് താഴെ. ഒക്ടാഹീഡ്രോൺ അല്ലെങ്കിൽ സ്ക്വയർ ബൈ പിരമിഡൽ എന്ന് നമുക്ക് വിളിക്കാം. ഒക്ടാഹീഡ്രോൺ അല്ലെങ്കിൽ സ്ക്വയർ ബൈ പിരമിഡൽ. ഇതും ഇതേ ചിത്രം തന്നെയാണ്. 4 ഫ്ലൂറിൻ ആറ്റങ്ങൾ ഒരുപോലെ, ഒരു ഫ്ലൂറിൻ മേലെ ഒരു ഫ്ലൂറിൻ താഴെ ഉണ്ടോ, ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഡോട്ടായിട്ടും പിന്നെ ഈ അല്ലേ വെഡ്ജായിട്ടും കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും സെയിം റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ SF6ൻ്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ ബൈ പിരമിഡൽ ഓർ ഒക്ടാഹീഡ്രോൺ. സൾഫറിന് ചുറ്റും എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ട്? 6 ഇലക്ട്രോൺ പെയർ ഉണ്ട്. അപ്പോൾ 6 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ ഷേപ്പ് ഇതായിരിക്കും. റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ഷേപ്പാണ് ഇത്. ഒരു ഡയഗ്രാം കൂടി നോക്കാം. നോക്കൂ, കണ്ടോ? സ്ക്വയർ ബൈ പിരമിഡൽ അല്ലെങ്കിൽ ഒക്ടാഹീഡ്രോൺ കറക്റ്റായിട്ട് കാണാം. മേലേക്കൊരു പിരമിഡ്, താഴേക്കൊരു പിരമിഡ്. മേലെ 4 ഫേസ്, താഴെ 4 ഫേസ്. അതുകൊണ്ടാണ് ഒക്ടാഹീഡ്രോൺ. മറ്റൊരു പേരാണ് സ്ക്വയർ ബൈ പിരമിഡ്. എല്ലാ ബോണ്ടുകൾക്കും ഒരേ ലെങ്ത്താണ്. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. എന്നാലും ഇത് സ്റ്റേബിളാണ്. ഓക്കെ, അടുത്തത് ഷേപ്പ് ഓഫ് സൾഫർ ടെട്രാ ഫ്ലൂറൈഡ് മോളിക്യൂൾ SF4. സൾഫറിന് നമ്മൾ നേരത്തെ പറഞ്ഞു 6 ഇലക്ട്രോൺ ഉണ്ട്. ഈ 6 മുഴുവൻ ചിലവാകുന്നില്ല. 6 മുഴുവൻ ചിലവാകുന്നില്ല. കാരണം എത്രയാണ്? 4 ഫ്ലൂറിനുമായിട്ടാണ് കണക്ഷൻ. 4 ഫ്ലൂറിനുമായിട്ടാണ് കണക്ഷൻ. അപ്പം 4 ഫ്ലൂറിനുമായി ബോണ്ട് ഫോം ചെയ്താൽ 4 ബോണ്ട് പെയർ ഉണ്ടാവും. 4 ബോണ്ട് പെയർ. സൾഫറും 4 ഫ്ലൂറിനും തമ്മിൽ ബോണ്ട് ചെയ്താൽ 4 ബോണ്ട് പെയർ. അപ്പം 4 ചിലവായി. ബാക്കി 2 ഉണ്ട്. ബാക്കി 2 എന്താണ്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുകയാണ്. അപ്പം ലോൺ പെയർ ആണ്. അപ്പോൾ ദർ ആർ 5 ഇലക്ട്രോൺ പെയർ എറൗണ്ട് ദ സെൻട്രൽ ആറ്റം. സൾഫറിൻ്റെ ചുറ്റും 5 ഇലക്ട്രോൺ പെയർ ആണ്. ഈ 5 4 BP ആണ്. 4 BP ആണ്, 1 LP ആണ്. ലോൺ പെയർ. 5 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഷേപ്പ് നമുക്കറിയാം. 5 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഷേപ്പ് എന്താണ്? ട്രയഗണൽ ബൈ പിരമിഡ്. നമ്മൾ PCl5ൻ്റെ ഷേപ്പ് പറഞ്ഞതാണ്. ട്രയഗണൽ ബൈ പിരമിഡ് അല്ലേ? ട്രയഗണൽ ബൈ പിരമിഡ് എന്ന ഷേപ്പ് നമ്മൾ കണ്ടാണ്. ട്രയഗണൽ ബൈ പിരമിഡ്. ഓക്കെ, 5 ആണെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ട്രയഗണൽ ബൈ പിരമിഡാണ്. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം. നോക്കൂ, 5. ഈ ലോൺ പെയറിനെ ഇവിടെ കൊടുക്കാൻ കാരണം എന്താ? ലോൺ പെയർ അല്ലേ പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്താൽ റിപ്പൽഷൻ കൂടും. അപ്പം റിപ്പൽഷൻ കുറഞ്ഞ സ്ട്രക്ചർ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പം ലോൺ പെയറിനെ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു കോർണറിലേക്കായിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. കുത്തനെ കൊടുക്കാൻ പറ്റില്ല. കുത്തനെ കൊടുത്താൽ നമുക്കറിയാം റിപ്പൽഷൻ കൂടും, കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാവും. ഇവിടെ ആവുമ്പോൾ ഈ 2 ബോണ്ടുകളെ കാര്യമായിട്ട് ഉപദ്രവിക്കില്ല. റിപ്പൽഷൻ കുറയും. കാരണം 120 ഡിഗ്രിയിലാണ്. ഈ ഫ്ലൂറിനും മാത്രമേ കാര്യമായ ഉപദ്രവം ഉണ്ടാവൂ. ഈ ലോൺ പെയറിനെ കൊണ്ട് ഈ മേലെ നിൽക്കുന്ന ഫ്ലൂറിനും താഴെ നിൽക്കുന്ന ഫ്ലൂറിനും മാത്രമേ കാര്യമായ ഉപദ്രവം ഉണ്ടാവൂ.
മറിച്ച് ഈ ലോൺ പെയർ പെർപെൻഡിക്കുലർ ആണെങ്കിലോ 3 ഫ്ലോറിന് റിപ്പൽഷൻ കിട്ടും. അതായത് ഈ ഫ്ലോറിനും ഇവിടെ ഒരു ഫ്ലോറിനുണ്ടെങ്കിൽ അതിനും ഇതിനും കിട്ടും. അതുകൊണ്ട് ലോൺ പെയറിനെ ഇവിടെ വെക്കുന്നതാണ് സേഫ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആകൃതി എന്താണ്? ട്രയഗണൽ ബൈപിരമിഡാണ്. ഇനി നമുക്കറിയാം ജോലി ചെയ്യാത്തവൻ ചിത്രത്തിൽ വരില്ല അല്ലേ? ലോൺ പെയറിനെ മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും? സീസോ ഷേപ്പ്. ലോൺ പെയർ മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഭാഗം എന്തായിരിക്കും? ഇങ്ങനെ നോക്കൂ, പാർക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒരു കുട്ടിയിരിക്കും, ഇവിടെ ഒരു കുട്ടിയിരിക്കും, 2 കാല് അല്ലേ? ഇതിങ്ങനെ തിരിച്ചു പിടിച്ചാൽ മതി. അപ്പം സീസോ ഷേപ്പായിട്ടാണ് വരിക, സീസോ ഷേപ്പ്. അപ്പോൾ SF4ൻ്റെ ആകൃതി എന്താണ്? സീസോ ഷേപ്പ്. SF4ൻ്റെ ആകൃതി നോക്കൂ, പാർക്കിലൊക്കെ കാണുന്ന സീസോ ഷേപ്പാണ് അല്ലേ? ഇവിടെ ഒരു കുട്ടിയിരിക്കും, ഇവിടെ ഒരു കുട്ടി അല്ലേ? ഇതതിൻ്റെ കാലുകളാണ്. അപ്പോൾ സീസോ ഷേപ്പ്. അപ്പം ലോൺ പെയർ മാറ്റി നിർത്തിയാൽ കിട്ടുന്ന ഷേപ്പ് എന്താണ്? സീസോ ഷേപ്പ്. അപ്പം പ്രതീക്ഷിക്കുന്ന ഷേപ്പ് ട്രയഗണൽ ബൈപിരമിഡ് ആണെങ്കിലും ആക്ച്വൽ ഷേപ്പ് എന്താണ്? സീസോ ഷേപ്പാണ്. സീസോ ഷേപ്പ്. അപ്പം SF4ൻ്റെ ആകൃതി എന്താണ്? സീസോ ഷേപ്പ്. ഇനി അടുത്ത മോളിക്യൂൾ പരിചയപ്പെടാം. കുറച്ച് കൂടുതൽ എണ്ണം പറയുന്നുണ്ട്. അയോഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡ്. അയോഡിൻ 17ാം ഗ്രൂപ്പിലാണ്, 17th ഗ്രൂപ്പ്. ബാലൻസി ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. 7 ഇലക്ട്രോണുകൾ 7 ഫ്ലൂറിനുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. 7 ഫ്ലൂറിനുമായി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം 7 ബോണ്ട് പെയറാണ്. ഇതിൻ്റെ ഷേപ്പ് നോക്കൂ, പെൻറ്റഗണൽ ബൈപിരമിഡ്. പെൻറ്റഗൺ. 5 ഫ്ലൂറിൻ ആറ്റങ്ങൾ ഉണ്ടോ? 5 കോർണറിൽ, ബാക്കി 2 എണ്ണം പെർപെൻഡിക്കുലർ, ഒന്ന് മേലെ മറ്റൊന്ന് താഴെ. പെൻറ്റഗണൽ ബൈപിരമിഡ് എന്നാണ് ഇതിൻ്റെ പേര്. ബോണ്ട് ആംഗിൾ 2 എണ്ണം വരുന്നുണ്ട്. 5 ഫ്ലൂറിൻ ആറ്റങ്ങൾ 72 ഡിഗ്രിയിൽ നിൽക്കും. ഈ കുത്തനെ നിൽക്കുന്ന എത്രയായിരിക്കും? 90 ഡിഗ്രിയിലാണ്. ബാക്കി 5 ഫ്ലൂറിൻ ആറ്റങ്ങൾക്കും പെർപെൻഡിക്കുലർ ആയിട്ടാണ് 2 ഫ്ലൂറിൻ ആറ്റങ്ങൾ. ഓക്കെ. അപ്പോൾ ദർ ആർ 7 ഇലക്ട്രോൺ പെയേഴ്സ്, അതായത് 7 BP ആണ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. ഷേപ്പ് ഈസ് pentagonal bipyramid. 5 fluorine atoms are in the same plane at an angle of 72 degree. 5 fluorine ആറ്റങ്ങൾ സെയിം പ്ലെയിനിലാണ് at an angle of 72 degree. The remaining 2 are എന്താണ്? പെർപെൻഡിക്കുലർ. ബാക്കി 2 എണ്ണം പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് അയോഡിൻ ഹെപ്റ്റാഫ്ലൂറൈഡിൻ്റെ ഷേപ്പ്. ഓക്കെ. അടുത്ത മോളിക്യൂൾ പരിചയപ്പെടാം. ഷേപ്പ് ഓഫ് സിനോൺ ഡൈഫ്ലൂറൈഡ്. XeF2 എന്നാണ് കാണിക്കുക. സിനോൺ 18ാം ഗ്രൂപ്പിലാണ്. വാലൻസി ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 8 എണ്ണത്തിൽ എത്ര എണ്ണം ചിലവായി? 2 എണ്ണം. എന്താ പറയാൻ കാരണം? 2 ഫ്ലോറിനേ ഉള്ളൂ. 8 എണ്ണത്തിലെ 2 എണ്ണം ചിലവായി. അപ്പം 2 BP ആണ്, 2 BP. ബാക്കി 6 എണ്ണം ഉണ്ട്. 6 എണ്ണം എന്ത് ചെയ്യും? 3 ജോഡിയായിട്ട് നിൽക്കും. 3 LP. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 3 ജോഡി, 3 LP. അപ്പം 5 ഇലക്ട്രോൺ പെയർ ഉണ്ട് അല്ലേ? ദർ ആർ 5 ഇലക്ട്രോൺ പെയർ അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. ചെറിയ അക്ഷരം മതി. അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. എക്സ്പെക്റ്റഡ് ഷേപ്പ് അല്ലേ? ആറ്റം എന്നുള്ളത് ഒന്നിച്ചാണ്, ശരിയായില്ല. ഓക്കെ. അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. 5 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഷേപ്പ് നമുക്കറിയാം അല്ലേ? എക്സ്പെക്റ്റഡ് ഷേപ്പ് ഈസ് ട്രയഗണൽ ബൈപിരമിഡ്. ആക്ച്വൽ ഷേപ്പ് ഈസ് ലീനിയർ. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോക്കൂ, പ്രതീക്ഷിക്കുന്ന ഷേപ്പ് ഇങ്ങനെയാണ്. 3 ലോൺ പെയർ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്ക്. എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം? ഇവന്മാരാണ് വില്ലന്മാർ അല്ലേ? ലോൺ പെയറുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഇവരെ പരമാവധി അകലെ ഇരുത്തി 120 ഡിഗ്രിയിൽ ഇരുത്തി റിപ്പൽഷൻ കുറയ്ക്കാൻ. 2 ഫ്ലോറിനെ, ഒന്ന് മേലെ മറ്റൊന്ന് താഴെ. ഇനി ഫോട്ടോ എടുത്ത് നോക്കൂ. എക്സ്റേ, ഡിഫ്രാക്ഷൻ, സ്പെക്ട്രോസ്കോപ്പി. ഈ ലോൺ പെയർ മാഞ്ഞു പോയാൽ ബാക്കി എന്താണ്? ലീനിയർ. അപ്പം ലോൺ പെയർ ചിത്രത്തിൽ കിട്ടില്ല. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന ഷേപ്പ് ഇതാണെങ്കിലും ആക്ച്വൽ ഷേപ്പ് എന്താണ്? ലീനിയർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ XeF2 സിനോൺ ഡൈഫ്ലൂറൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഷേപ്പ് ലീനിയർ. അടുത്തത് ഷേപ്പ് ഓഫ് സിനോൺ ടെട്രാഫ്ലൂറൈഡ്. സിനോണിന് 8 ഇലക്ട്രോൺ, അതിൽ 4 എണ്ണം ഫ്ലോറിനുമായി പങ്കുവെച്ചു. അപ്പം 4 BP. ബാക്കി 4 എണ്ണം 2 LP ആയിട്ട് നിൽക്കും. ബാക്കി 4 ഇലക്ട്രോണുകൾ 2 ലോൺ പെയർ ആവും. അപ്പോൾ ടോട്ടൽ 6 ഇലക്ട്രോൺ പെയർ ആണ് അല്ലേ? ദർ ആർ 6 ഇലക്ട്രോൺ പെയർ അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ഷേപ്പ് നമുക്കറിയാം.
നമ്മുടെ SF6 കണ്ട പോലെ എന്താണ്, സ്ക്വയർ ബൈപിരമിഡാണ്. സ്ക്വയർ ബൈപിരമിഡ് പ്രതീക്ഷിക്കുന്നത് സ്ക്വയർ ബൈപിരമിഡാണ്. ആക്ച്വൽ ഷേപ്പ് സ്ക്വയർ പ്ലാനാറാണ്. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ് വരിക. നോക്കൂ എങ്ങനെയാണ് വരിക. 6 ഇലക്ട്രോൺ പെയർ, 1 2 3 4. ഈ ലോൺ പെയറുകൾ തമ്മിലുള്ള അടിപിടി കുറയ്ക്കാൻ ഒന്നിനെ മേലേക്കും കൊടുത്തു, മറ്റൊന്ന് താഴേക്കും കൊടുത്തു. ലോൺ പെയർ ചിത്രത്തിൽ വരില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക, സ്ക്വയർ ആണ് കിട്ടുക. അപ്പൊ XeF4 എന്നുള്ളതിന്റെ ആകൃതി എന്താണ്, സ്ക്വയർ പ്ലാനാർ. അടുത്ത സിനോൺ ഹെക്സാഫ്ലൂറൈഡ്. സിനോണിന് 8 ഇലക്ട്രോൺ ആണ്. 8 എണ്ണത്തിൽ 6 എണ്ണം ബോണ്ട് ചെയ്തു, കാരണം 6 ഫ്ലോറിനുണ്ട്. ബാക്കി 2 എണ്ണം ഒരു ജോഡിയായിട്ട് നിൽക്കും. അപ്പൊ 6 BP-യും ഒരു LP-യാണ്. ദർ ആർ 7 ഇലക്ട്രോൺ പെയർ അറൌണ്ട് ദി സെൻട്രൽ ആറ്റം. ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹീഡ്രോൺ ആണ്. ഒക്ടാഹീഡ്രൽ ഷേപ്പാണ് വരിക, പക്ഷേ ചെറിയൊരു കോട്ടം വരും. എന്താ കോട്ടം വരാൻ കാരണം, 6 ഫ്ലോറിനെ നിങ്ങൾ കണ്ടു, 1 2 3 4 5 6. ഈ മേലെയുള്ള പിരമിഡിന് ചെറിയൊരു മാറ്റം വരും, കാരണം ഈ ലോൺ പെയറിന്റെ ശല്യം കാരണം. ഈ ലോൺ പെയർ ഇവിടെ ഉള്ളത് കൊണ്ട് മേലെയുള്ള പിരമിഡ് അല്പം ചെരിയും. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒക്ടാഹീഡ്രോൺ അല്ല കിട്ടുക, അല്പം കേട് വന്നിട്ടുണ്ടാവും ഷേപ്പ്. അപ്പൊ ഡിസ്റ്റോർഷൻ സംഭവിച്ചു എന്നാണ് പറയുക. അതുകൊണ്ട് ഇതിന്റെ ജോമെട്രി എന്താണ്, ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹീഡ്രോൺ. സിനോൺ ഹെക്സാഫ്ലൂറൈഡിന്റെ ഷേപ്പ് എന്താണ്, ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹീഡ്രോൺ. ഓക്കെ. അടുത്തത് ക്ലോറിൻ ട്രൈഫ്ലൂറൈഡ്, ClF3യുടെ ഷേപ്പ് എന്താണ്. ക്ലോറിൻ 17ാം ഗ്രൂപ്പിലാണ്, നമുക്കറിയാം 17th ഗ്രൂപ്പ്. ക്ലോറിന് 7 ഇലക്ട്രോൺ ആണ് വാലൻസി ഷെല്ലിലുള്ളത്. 7 എണ്ണത്തിലെ 3 എണ്ണം ചെലവായി, കാരണം 3 ഫ്ലോറിനുമായിട്ട് പങ്കുവെച്ചു അല്ലേ. ഇപ്പം 3 BP, ബാക്കി 4 എണ്ണമുണ്ട്. 4 എണ്ണം എങ്ങനെ നിൽക്കും, 2 ലോൺ പെയർ ആയിട്ട് നിൽക്കും. അപ്പൊ ടോട്ടൽ 5. ദർ ആർ 5 ഇലക്ട്രോൺ പെയർ അറൌണ്ട് ദി സെൻട്രൽ ആറ്റം. 5 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഷേപ്പ് നമുക്കറിയാം, ട്രയഗണൽ ബൈപിരമിഡ്. ആക്ച്വൽ ഷേപ്പ് T ഷേപ്പാണ്. അതെങ്ങനെ കിട്ടുന്നത് പറയാം. അപ്പൊ നോക്കൂ, 5 ഇലക്ട്രോൺ പെയർ അല്ലേ, ഈ വില്ലന്മാരെ എങ്ങനെ കൊടുത്തു, അതായത് പരമാവധി അകലെ ലോൺ പെയറുകൾ തമ്മിൽ 120 ഡിഗ്രി അല്ലേ ആംഗിൾ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ബാക്കി 3 ഫ്ലോറിൻ, 1 2 3. പ്രതീക്ഷിക്കുന്ന ഷേപ്പ് ഇതാണ്, ട്രയഗണൽ ബൈപിരമിഡ്. ഈ ലോൺ പെയറിനെ മായ്ച്ചു കളയൂ. ലോൺ പെയറിനെ മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് നോക്കൂ, ഇംഗ്ലീഷ് ലെറ്റർ T കണ്ടോ, ഇംഗ്ലീഷ് ലെറ്റർ T വന്നു. അതുകൊണ്ട് ClF3യുടെ ആകൃതി അല്ലെങ്കിൽ BrF3യുടെ ആകൃതി, IF3യുടെ ആകൃതി ഒക്കെ എന്താണ്, T ഷേപ്പാണ്. ഓക്കെ. അടുത്ത ക്ലോറിൻ പെൻറ്റാഫ്ലൂറൈഡ്, ClF5. ക്ലോറിന് 7 ഇലക്ട്രോൺ ഉണ്ട്, അതിലെ 5 എണ്ണം ഷെയർ ചെയ്തു, 5 BP ഉണ്ട്. ബാക്കി 2 എണ്ണം ഒരു LP ആയിട്ട് നിൽക്കും. അപ്പൊ 6 ഇലക്ട്രോൺ പെയർ ആണുള്ളത്. ദർ ആർ 6 ഇലക്ട്രോൺ പെയർ അറൌണ്ട് ദി സെൻട്രൽ ആറ്റം. 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഷേപ്പ് എന്താണ്, സ്ക്വയർ ബൈപിരമിഡ്. സ്ക്വയർ ബൈപിരമിഡ് നമുക്ക് നോക്കാം. സ്ക്വയർ ബൈപിരമിഡ് കണ്ടോ, 4 എണ്ണം ഇങ്ങനെ ഒരു സ്ക്വയറിന്റെ മൂലയിലേക്കായിട്ട്, മേലെ 1, താഴെ ലോൺ പെയർ. ഈ ലോൺ പെയറിനെ ചിത്രത്തിൽ കിട്ടില്ല, അതുകൊണ്ട് മേലെയുള്ള പിരമിഡ് മാത്രമേ കിട്ടുള്ളൂ. മേലെ ഒരു പിരമിഡ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഷേപ്പ് എന്ത് പറയാം, സ്ക്വയർ പിരമിഡ്. എന്താണ്, സ്ക്വയർ പിരമിഡ് എന്നാണ് ഷേപ്പ്, സ്ക്വയർ പിരമിഡ്. ഇപ്പോൾ VSC PR തിയറി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണമാണ് ഷേപ്പിനെ തീരുമാനിക്കുന്നത്. 2 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ലീനിയർ, 3 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ട്രയാങ്കുലാർ പ്ലാനാർ, 4 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ടെട്രാഹീഡ്രോൺ, 5 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ട്രയഗണൽ ബൈപിരമിഡ്, 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ സ്ക്വയർ ബൈപിരമിഡൽ. ഈ മോളിക്യൂൾസ് ഒക്കെ നന്നായിട്ട് നോക്കി വയ്ക്കുക. ലോൺ പെയർ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഷേപ്പ് അല്ല കിട്ടുക, അല്പസ്വല്പം മാറ്റങ്ങൾ വരും. അപ്പോൾ ആ തിയറി നന്നായിട്ട് നോക്കുക, ഈ എക്സാമ്പിൾസ് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.